Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. Evaluate integral 0 to 1, integral 0 to 2, x square plus y square dx dy. ഇവിടെ ഫംഗ്ഷൻ ഏതാണ്? f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ x സ്ക്വയർ ആണ്. ഇതിൽ രണ്ട് വേരിയബിൾ ഉണ്ട്, രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, x ഉണ്ട് y ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡബിൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം. അപ്പൊ ഫംഗ്ഷൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. ഈ ഫംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? dx ആണ്. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2. ഈ ഫംഗ്ഷനോട് അകന്ന് കിടക്കുന്ന ആരാണ്? y ആണ്. y-യുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പൊ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഓരോ വേരിയബിളിന്റെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഫംഗ്ഷനെ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? y കോൺസ്റ്റന്റ് ആണ്. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1. നമ്മൾ എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടണേ? എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x³ 3. കണ്ടോ? ഏത് ഫോർമുല ഉപയോഗിച്ചു? ഇന്റഗ്രൽ ഓഫ് x⁻n dx ന്റെ ഫോർമുല. ആ ഫോർമുല എന്താണ് പറയണേ? x⁻n + 1/n + 1. അപ്പോ എക്സ് സ്ക്വയറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്താണ്? x³ 3 പ്ലസ് പിന്നെ y സ്ക്വയർ ഉണ്ട്. y സ്ക്വയറിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? y സ്ക്വയറിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് k dx. എന്താണ് ഇന്റഗ്രൽ ഓഫ് k dx? k × x എന്നാണ്. k × x. കോൺസ്റ്റന്റിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? k × x ആണ്. ഇവിടെ നമുക്ക് y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ y സ്ക്വയറിനെ കോൺസ്റ്റന്റ് ആകുമ്പോൾ y സ്ക്വയറിനെ നമ്മൾ k പോലെ കാണണം. അപ്പൊ y സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ? ആ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും. അപ്പൊ y സ്ക്വയർ ഇൻറ്റു x. ഇവിടെ y സ്ക്വയറിനെ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ y സ്ക്വയർ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ഈ ഫംഗ്ഷൻ ആദ്യം x വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ y സ്ക്വയർ ഇൻറ്റു x. ദെൻ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2 dy. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to 1 നമ്മൾ പറഞ്ഞു y-യുടെ എക്സിന്റെ ലിമിറ്റ് എന്താണെന്നാ പറഞ്ഞത്? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുക, 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2³ അപ്പൊ 8/3 പ്ലസ് ഇവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ 2y². ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ 0 + 0 dy. അപ്പൊ എക്സിന്റെ ലിമിറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ആ ഫംഗ്ഷൻ മൊത്തം y-യിലേക്ക് വന്നു. കണ്ട? അപ്പൊ y മാത്രമായി. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 8/3 + 2y² dy. ഇനി നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8/3നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8/3നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8/3 × y. 8/3 × 1 ഉണ്ട് അല്ലേ? അതിന് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8/3 × y പ്ലസ് 2y² ഇന്റഗ്രേറ്റ് ചെയ്യണം. 2y² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 2y³ 3. ലിമിറ്റ് ഏതാണ്? 0 to 1 ആണ്. ലിമിറ്റ് 0 to 1 ആണ്. ഇനി നമുക്ക് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് ഏതാണ്? 8/3 × 1. അപ്പൊ 8/3 × 1 പ്ലസ് 2/3. ലോവർ ലിമിറ്റ് കൊടുക്കാനില്ല. ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത്? 10/3. നമ്മുടെ ആൻസർ എന്തായി? 10/3. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ എന്താണ്? 10/3. എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടിയത്? നമ്മൾ പ്രോബ്ലം നോക്കാം. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² + y² എന്നാണ്. ഫംഗ്ഷൻ എന്താണ്? x² + y² ആണ്. ആ ഫംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? x ആണ്, dx ആണ്. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0, അപ്പർ ലിമിറ്റ് 2 ആണ്.
അപ്പൊ ആദ്യം നമ്മൾ എന്ത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം? എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? y കോൺസ്റ്റന്റ് ആണ്. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3. അത് ഏത് ഫോർമുലയാണ്? നിങ്ങൾ പ്ലസ് ടുവിൽ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് x റേസ് ടു n dx ഈക്വൽ ടു x റേസ് ടു n പ്ലസ് 1. ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ x³ 3 പ്ലസ് y² ഇൻറ്റു 1. 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x. അപ്പൊ നമ്മൾ ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 2 ആണ്. എക്സിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8/3 പ്ലസ് 2y². ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ രണ്ടും 0 ആയി പോകും. അപ്പൊ 8/3 പ്ലസ് 2y² dy ആയി. y മാത്രം വന്നു. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8/3y പ്ലസ് 2y³ 3. ലോവർ ലിമിറ്റ് ഏതാണ്? 0. അപ്പർ ലിമിറ്റ് ഏതാണ്? 1. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 8/3 പ്ലസ് 2/3. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാനില്ല, 0. therefore ആൻസർ എത്ര കിട്ടി? 8 പ്ലസ് 2 10, 10/3. അപ്പൊ ഈ പർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 10/3. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിയെടുക്കാം. എന്നിട്ട് 1 or 2 ആവർത്തി നിങ്ങൾ ചെയ്ത് പഠിക്കുക. സിമ്പിൾ പ്രോബ്ലം ചെയ്ത് പഠിച്ച് വലിയ പ്രോബ്ലത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ മനസ്സിലാക്കി കൊച്ചു പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കയറി പോകാം കേട്ടോ. ഓക്കെ.